जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। वंदेहम श्री गुरु श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सकगण रघुनाथान्वितं संसजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधाकृष्ण पदान् सकगण ललितां श्री विशाखान्वितांश्च। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. അപ്പൊ ഇന്ന് നമ്മുടെ ശ്ലോകം 36 ചൈതന്യ ചരിതാമൃതം അധ്യായം 1 ശ്ലോകം 36 തുടങ്ങുന്നത്. ഇന്ന് ശരിക്കും ഞാൻ ഇന്ന് നമ്മുടെ സുന്ദർ നിത്യാനന്ദ പ്രഭുവാണ് വരേണ്ടത്. അദ്ദേഹത്തിന് ശരിക്കും നെയ്യാറ്റിൻകര ക്ഷേത്രത്തിലെ സപ്താഹമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം തിരക്കിലായത് കൊണ്ട് വരാത്തതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അധ്യായം 1 ചൈതന്യ ചരിതാമൃതം അധ്യായം 1 36ാമത്തെ ശ്ലോകം വായിക്കും. ശ്രീ രൂപ സനാതന ഭട്ട രഘുനാഥ, ശ്രീ ജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ, എന്റെ ഉപദേശക ആത്മീയ ഗുരുക്കന്മാർ ശ്രീ രൂപ ഗോസ്വാമി, ശ്രീ സനാതന ഗോസ്വാമി, ശ്രീല രഘുനാഥ ഭട്ട ഗോസ്വാമി, ശ്രീ ജീവ ഗോസ്വാമി, ശ്രീ ഗോപാല ഭട്ട ഗോസ്വാമി, ശ്രീല രഘുനാഥ ദാസ ഗോസ്വാമി എന്നിവരാണ്. ഇത് ഈ 6 പേര് ശരിക്കും പരമസത്യത്തിന്റെ എന്താ പറയാ 6 തത്വങ്ങളായിട്ടാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യ ഗണത്തിൽപ്പെട്ടവരാണ് ഈ 6 പേരും. അതില് സനാതനും ശ്രീരൂപനും സഹോദരന്മാര് കൂടിയാണ്. അവര് ശരിക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ കാലഘട്ടത്തിൽ അവരെല്ലാം ഈ പറയുന്ന 6 പേരും ജീവിച്ചിരുന്നവരാണ്. ഇവരെ ഈ ശ്രീരൂപ ഗോസ്വാമിയോടും സനാതന ഗോസ്വാമിയോടും ഒക്കെ ചൈതന്യ മഹാപ്രഭു ഇവരെ ശരിക്കും വലിയ പണ്ഡിതന്മാരായിരുന്നു. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ അറിവുള്ളവരാണ്. വേദങ്ങളെക്കുറിച്ചും ശാസ്ത്രങ്ങളെക്കുറിച്ചും ഭാഗവതത്തെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കരമായ അറിവ് ഉള്ളവരായതുകൊണ്ട് തന്നെ അന്നത്തെ നവാബ്, മുസ്ലിം ഭരണ കാലഘട്ടമായിരുന്നല്ലോ, അന്ന് നവാബിന്റെ കീഴിൽ ഇദ്ദേഹം ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഇവരെ തലപ്പത്ത് ഇരുത്തിയാൽ തനിക്ക് വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടുമെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട്, അത് മാത്രമല്ല ഇവര് ഭരണം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ കൂടിയാണ്, യുവാക്കളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവരെ രണ്ടുപേരും നിർബന്ധമായിട്ട് നിങ്ങൾ എൻ്റെ സേവകരായിക്കോണം. മുഖ്യമന്ത്രിയുടെ ഒരു ചുമതല, അതുപോലെ ധനകാര്യമന്ത്രിയുടെ ചുമതല സനാതന ഗോസ്വാമിക്ക്, രൂപ ഗോസ്വാമിക്ക് മുഖ്യമന്ത്രി ഒരു മെയിൻ ഉപദേശകനായിട്ട് കൂടി ആണ് ഇവരെ നിയമിച്ചത്. പക്ഷെ ഒരിക്കലും ഇവർക്ക് അതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. കാരണം ഭൗതികത ഭ്രമിച്ചു പോകുമെന്നുള്ള ഇത് കാരണം അവർക്ക് ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയിലായിരുന്നു താല്പര്യം. ഒരു കാരണവശാലും അവർക്ക് ഈ സർക്കാർ ജോലിയോടെ ഒരു താല്പര്യമില്ല. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ആണ് അന്ന് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷെ എന്നിട്ട് പോലും അവർക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ നിർബന്ധമായിട്ടും ഈ നവാബ് അവരെ എൻ്റെ കീഴിൽ വർക്ക് ചെയ്തു പോകണം, ഇല്ലെങ്കിൽ നിങ്ങളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കും, ജയിലിലടയ്ക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ തൻ്റെ സേവകരാക്കി ശമ്പളമെല്ലാം നല്ല ശമ്പളമെല്ലാം കൊടുത്തു തന്നെയാണ് അവരെ നിർത്തിയിരുന്നത്. പക്ഷെ അവർക്കൊരിക്കലും ഈ പറയുന്ന ഭൗതികമായ പൈസയോടും മറ്റുള്ള സ്വത്തിനോടും പണത്തിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. എന്തായാലും അവര് ചൈതന്യ മഹാപ്രഭുവിനെ പുരിയിലേക്ക് കത്തെഴുതി, ഞങ്ങളിങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയുകയും അദ്ദേഹം ചൈതന്യ മഹാപ്രഭു ഒരിക്കൽ പുരിയിൽ നിന്നുള്ള ഒരു യാത്രയിൽ ഇവര് എന്താ പറയാ ഒരു രാമക്കേളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഇവരെ കാണുകയും ഒരു രൂപം മാറി വരികയും അങ്ങനെ കണ്ട് നിങ്ങള് ഏത് വിധേനയും എൻ്റെ അടുത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തേക്ക് ഈ രൂപ ഗോസ്വാമി, അദ്ദേഹത്തിന്റെ ഒരു അനുജനുണ്ട് അനുപം
എന്ന് പറയുന്ന അദ്ദേഹം രണ്ടുപേരും മൂന്നുപേരും വലിയ പരിശുദ്ധ ഭക്തരാണ്. ഇവർ രണ്ടുപേരുമായിട്ട് ആദ്യം അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നു. അങ്ങനെ തിരിച്ച് സനാതനെ അവര് നവാബ് പിടികൂടി ജയിലിലടച്ചു. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ തിരിച്ച് നൽകിക്കൊണ്ട് അതിൽ നിന്ന് മോചനം നേടിയവര് വൃന്ദാവനത്തിൽ വരികയും ജഗന്നാഥപുരിയിൽ വരികയും ഭഗവാൻ ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് അവരെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ അവിടെ പോയി മൺമറഞ്ഞ വെച്ചാല് എത്രയോ കാലം ഈ യമുനാ നദി മൊത്തം കര കവിഞ്ഞൊഴുകി അങ്ങനെ വൃന്ദാവനത്തിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം മാറിപ്പോയി. എവിടെയാണ് എന്താണെന്ന് ആ കാലഘട്ടത്തിലെ ജനത്തിന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു ചേർന്നു. അങ്ങനെ അതിനെ വീണ്ടെടുക്കാൻ കൃഷ്ണന്റെ അമ്പാടി, ഗോകുലം, മധുര ഇങ്ങനെ തുടങ്ങി ഭഗവാന്റെ ഓരോ ലീലകളും നടന്ന സ്ഥലങ്ങള് കണ്ടെത്താനും ഭഗവാന് പുതിയ ക്ഷേത്രങ്ങൾ പണിയാനും പുതിയ പുതിയ ഭക്തിഭരിതമായ കൃഷ്ണഭക്തിയിലേക്ക് ആൾക്കാരെ നയിക്കാൻ ഉതകുന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ രചിക്കാനുമൊക്കെ ചൈതന്യ മഹാപ്രഭു അവരോട് പറയുന്നു. അങ്ങനെ സനാതന ഗോസ്വാമി പൈസ എന്താ പറഞ്ഞ അവർക്ക് നവാബിന് കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് സ്വയം മോചനം നേടി അദ്ദേഹവും ഇവിടെ വരുന്നു. അങ്ങനെ ഇവര് മൂന്നുപേരും സഹോദരന്മാരായ മൂന്നുപേരും പിന്നെ അല്ലാതെ ഈ പറയുന്ന ബാക്കി 3 പേര്, അങ്ങനെ 3 പേരും കൂടിയാണ് ഈ ശരിക്കും നമ്മുടെ കൃഷ്ണ ഹരേ കൃഷ്ണ മൂവ്മെന്റ്, ഹരേ കൃഷ്ണ എന്നല്ല വൈഷ്ണവ ഇതിനെ ഉയർത്തിക്കൊണ്ട് വന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവശ്യപ്രകാരം അവര് വൃന്ദാവനത്തില് നിന്നും ഓരോ സ്ഥലങ്ങളെയും കണ്ടെത്തുകയും അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി കൃഷ്ണൻ ഓരോ ലീലകളും നടത്തിയ സ്ഥലങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതെല്ലാം കാണാനും മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞത് ഈ ഇവരുടെ ഈ ഗോസ്വാമിമാരുടെ കാരുണ്യം കൊണ്ടാണ്. അപ്പോ ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവർക്ക് എന്താ പറയാ ആദരം സമർപ്പിക്കുന്നു. എന്റെ ആധ്യാത്മീയ ഗുരുക്കന്മാരാണ്, എന്റെ ഉപദേശക ആത്മീയ ഗുരുക്കന്മാർ എന്ന രീതിയിലാണ് അദ്ദേഹം ഇവരെയൊക്കെ സംബോധന ചെയ്യുന്നത്. പിന്നെ രൂപ ഗോസ്വാമി നമുക്കറിയാം, രഘുനാഥ ഗോസ്വാമി നമുക്കറിയാം, അദ്ദേഹമാണ് അദ്ദേഹത്തിനെ കൊണ്ട് നിർബന്ധിച്ച് ചൈതന്യ ചരിതാമൃതം എഴുതിക്കാൻ കാരണക്കാരനായതും ഈ രഘുനാഥ ഗോസ്വാമിയാണ്. അപ്പം പിന്നെ ജീവ ഗോസ്വാമിയുണ്ട്, ഗോപാലഭട്ടദാസ ഗോസ്വാമി, ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും ഈ ശ്ലോകത്തിലൂടെ ഇവർക്കെല്ലാം അദ്ദേഹം തന്റെ ആദരം സമർപ്പിക്കുന്നു. അടുത്ത ശ്ലോകം 37 ഏയ് ഛയ ഗുരു ശിഷ ഗുരു ഏ അമാര താൻ സഭാര പാദപത്മേ കോടി നമസ്കാര. അതിൽ പറയുന്നത് ഈ 6 പേരും എൻ്റെ ശിഷ്യ ഗുരുക്കന്മാരാണ്, അതിനാൽ അവരുടെ പാദപത്മങ്ങളിൽ എൻ്റെ അനന്തകോടി നമസ്കാരങ്ങൾ എന്ന് പറയും. ഈ 6 പേരും എൻ്റെ ശിഷ്യ ഗുരുക്കന്മാരാണ്. ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ 3 തരത്തിലുണ്ട്. അപ്പോ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് എന്താണ്? വർദ്ധമ പ്രദക്ഷക ഗുരു എന്ന് പറഞ്ഞാല് നമ്മുടെ ആധ്യാത്മികമായ മേഖലയിലേക്ക് നമ്മളെ ആദ്യമായിട്ട് നയിക്കുന്ന ഒരു വ്യക്തി. ഇപ്പോൾ ആ ആള് ഒരു ഭക്തനായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് ഒരു ഒരിക്കൽ നമ്മള് യാദൃശ്യമായിട്ട് ഒരാളെ കാണുന്നു, അപ്പോൾ അദ്ദേഹം നമുക്ക് എന്താ പറയാ ഒരു നോട്ടീസ് തരുന്നു. അപ്പോൾ ആ നോട്ടീസിൽ ഹരേ കൃഷ്ണ മൂവ്മെന്റിനെ കുറിച്ച്, കൃഷ്ണാവബോധ പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടാകും. പുള്ളിക്ക് ആരോ കൊടുത്തതാണ്, പുള്ളി നമുക്ക് തന്നു. അപ്പോ അത് നമ്മളെ ആ നോട്ടീസ് വായിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു താല്പര്യം വരികയും സ്വാഭാവികമായിട്ടും ആ ആശ്രമത്തിലേക്ക് ഒന്ന് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും നമ്മൾ അങ്ങനെ പോകുകയും ചെയ്യും. അപ്പൊ നമ്മളെ ആ ഒരു നോട്ടീസിലൂടെ നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്ന ആളിനെ നമ്മൾ മറക്കാൻ പാടില്ല. അദ്ദേഹമാണ് വർദ്ധമ പ്രദക്ഷക ഗുരു എന്ന് പറയും. ഇപ്പം വേറെ രീതി പറഞ്ഞാൽ, ഇപ്പം ചില ആൾക്കാർ നമ്മുടെ ആരെങ്കിലും ഒരു സുഹൃത്തുക്കള് ചിലപ്പോൾ നമ്മളെ ജസ്റ്റ് ഇങ്ങനെ ഞാനിങ്ങനെ പുള്ളി പറയാണ് ഞാനിങ്ങനെ ഹരേ കൃഷ്ണ ആശ്രമത്തിൽ പോകുന്നത്, നിനക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് ആശ്രമത്തിൽ പോകുന്നു. ആദ്യത്തെ ദിവസം നമുക്കത് വലിയ സന്തോഷം, എന്തായാലും ഒരു പുതിയൊരു പ്രസ്ഥാനം എന്താണെന്ന് അറിയണമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെല്ലുന്നു. പക്ഷെ ഈ കൊണ്ടുപോയ ആള് ചിലപ്പോ കൊണ്ടുപോയ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും പുള്ളി ഈ കൃഷ്ണാബോധത്തിൽ നിന്ന് തന്നെ പോയെന്നിരിക്കാം. പക്ഷെ നമ്മളെ
നമുക്കത് ഒരു വലിയ എന്താ പറയുക, ഒരു വലിയ സ്വത്തായിട്ട്, നമുക്ക് ഒരു കാരുണ്യമായിട്ട്, ഒരു വലിയൊരു ഭഗവാന്റെ കടാക്ഷമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുകയും അതിൽ നമ്മൾ സ്വാഭാവികനെ ജപിക്കാൻ തുടങ്ങുകയും ഭഗവത്ഗീത, ഭാഗവതം ഒക്കെ തുടങ്ങിയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വരികയും പടിയായിട്ട് നമ്മൾ വെജിറ്റേറിയൻ ആകുന്നു, നമ്മുടെ എന്താ പറയുക, ചായ കാപ്പി എല്ലാം ഉപേക്ഷിക്കുന്നു, അമിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ടുമാറി ശരിക്കും നമ്മൾ എന്താ പറയുക, ഭക്തിയിലേക്ക് പടിപടിയായിട്ട് ഉയരാനുള്ള ഒരു അവസരത്തിലേക്ക് നമ്മൾ ചെന്ന് ചേരുന്നു. അപ്പോൾ ആ കൊണ്ടുവിട്ട ആള് ചിലപ്പോൾ നമ്മളെ കൊണ്ടുവിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ പുള്ളി ഈ മേഖലയിൽ നിന്നേ പോയിന്ന് വരാം. പക്ഷേ നമ്മളെ വിട്ടത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും അദ്ദേഹത്തിനെ മറക്കാൻ പറ്റില്ല. അദ്ദേഹം നമ്മുടെ വർദ്ധമ പ്രദക്ഷക ഗുരുവായിട്ടാണ് അങ്ങനെയുള്ളവരെ കാണുന്നത്. അവർക്ക് ദീക്ഷ എടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കൊരു കാരണം, ഒരു എന്താ പറയാ, ഒരു ചവിട്ടുപിടി പോലെ അദ്ദേഹം മുഖാന്തരം നമുക്ക് ഈ കൃഷ്ണാബോധത്തിൽ വരാനുള്ള ഒരു അവസരം ഉണ്ടായി എന്നുള്ളതാണ്. ഇനി എന്താണ്, അടുത്ത ഗുരു എന്ന് പറയുന്നതാണ് ശിക്ഷാഗുരു. ശിക്ഷാഗുരുക്കന്മാര് ഒത്തിരി ഉണ്ടാവാം. ഈ പറയുന്ന വർദ്ധമ പ്രദക്ഷക ഗുരു ഒരാളെ കാണത്തുള്ളൂ. അതുപോലെ തന്നെ ദീക്ഷാഗുരു ഒരാളെ കാണത്തുള്ളൂ. ദീക്ഷാഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ ഗുരു, നമുക്ക് ദീക്ഷ തരുന്ന, നമ്മളെ ശിഷ്യനായിട്ട് സ്വീകരിക്കുന്ന ആളാണ് ദീക്ഷാഗുരു. പക്ഷേ ഈ ശിക്ഷാഗുരുക്കൾ എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ടാവും. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ആശ്രമങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ, അവര് തൻ്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം താൻ മനസ്സിലാക്കിയ കൃഷ്ണാബോധം ഈ പറയുന്ന ആത്മാക്കൾക്ക്, ഈ പറയുന്ന ലോകർക്ക് മുഴുവൻ വിതരണം ചെയ്യുകയാണ്. അപ്പൊ അത് നമുക്കും അവരിലൂടെ നമുക്ക് കൃഷ്ണാബോധം ലഭിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു ശിക്ഷാഗുരുവായിട്ട് അവര് മാറും. അതുപോലെ അവര് പക്ഷെ ദീക്ഷ എടുത്തിരിക്കണം, അവർക്ക് ദീക്ഷ നിർബന്ധമാണ്. ദീക്ഷ ഉള്ളവരാണ് ഈ പറയുന്ന ശിക്ഷാഗുരുക്കളായിട്ട് മാറുന്നത്. അപ്പൊ അവര് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിലൂടെ നമ്മളെ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരാം. പിന്നെന്താണ്, കഥകൾ, പ്രീച്ചിങ്, നമുക്ക് ഈ ഫിലോസഫികളൊക്കെ ഇങ്ങനെ നമ്മൾ ആത്മാവാണ്, ശരീരമല്ല, നമ്മൾ ശരിക്കും വന്നത് ഭഗവാനിൽ നിന്നാണ്, ഭഗവാന്റെ ധാമത്തിൽ നിന്ന് നമ്മൾ ഈ ഭൗതിക ലോകത്തേക്ക് ഏതോ ഒരു നിമിഷം നമ്മൾ ഭഗവാനോട് തോന്നിയ ഒരു അസൂയയുടെ കണിക കാരണം ഇങ്ങോട്ട് വരേണ്ടി വന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ആധ്യാത്മികമായിട്ടുള്ള ഫിലോസഫികൾ പറഞ്ഞു തന്ന് നമ്മളെ ഭഗവാനിലേക്ക്, ഭക്തിയിലേക്ക് നയിക്കുന്നവരൊക്കെയാണ് ശിക്ഷാഗുരുക്കൾ. ശിക്ഷാഗുരുക്കൾ ഒത്തിരി പേരുണ്ടാവും. ഒത്തിരി ആൾക്കാർ നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവും. ഒത്തിരി ആൾക്കാരിൽ നിന്നും, ദീക്ഷ സ്വീകരിച്ച ആൾക്കാരിൽ നിന്നും നമുക്ക് പല ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ചും ഉള്ള അറിവുകൾ നമുക്ക് ലഭിക്കാം. ഇപ്പം ഉദാഹരണം, ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ആ തീർത്ഥയാത്രയിൽ വരുന്ന ദീക്ഷ എടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ തീർത്ഥയാത്രയിൽ കൊണ്ടുപോകുന്ന ആൾ, അല്ലെങ്കിൽ അതിൽ വരുന്ന ആൾക്കാർ നമുക്ക് അവിടുത്തെ ധാമത്തിന്റെ ആ പ്രാധാന്യം, അവിടുത്തെ പ്രത്യേകത, അവിടെ ചെയ്യേണ്ട സേവനങ്ങൾ, അവിടെ നിന്ന് നമ്മൾ നേടേണ്ട ഭക്തിപരമായ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഉപദേശം തരും. അവരെല്ലാം ശിക്ഷാഗുരു എന്ന് പറയും. ഇപ്പൊ ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം വർദ്ധമ പ്രദക്ഷക ഗുരു ഒരാളെ കാണത്തുള്ളൂ. നമ്മളെ ഇതിലേക്ക് നയിച്ച ഒരാൾ, അയാൾ ദീക്ഷ എടുക്കണമെന്ന് നിർബന്ധമില്ല, അയാൾ അതിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധമില്ല. മറിച്ച് ശിക്ഷാഗുരു എന്ന് പറയുന്നത് അയാൾ ദീക്ഷ എടുത്തിരിക്കും എന്ന് മാത്രമല്ല, അയാള് നമ്മളെ ശരിയായ ആ പ്രോപ്പർ ചാനലിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും ക്ലാസ്സുകളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് ശിക്ഷാഗുരു. പിന്നെ അടുത്തതാണ് യഥാർത്ഥത്തിലുള്ള ഗുരു, ദീക്ഷാഗുരു. നമുക്ക് ദീക്ഷ, നമ്മുടെ എന്താ പറയാ, കർമ്മങ്ങളെല്ലാം കത്തിച്ചു കളയാൻ മാത്രം പവറുള്ള, ശക്തിയുള്ള, എത്രയോ ജന്മങ്ങളായിട്ടുള്ള ബന്ധമുള്ള നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ നമ്മൾ ഈ ജന്മത്തിൽ മാത്രമാണ് ബന്ധം. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു മത്സ്യമായിരിക്കാം, അല്ലെങ്കിൽ കുരങ്ങായിരിക്കാം, പട്ടിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ കുതിരയായിരുന്നിരിക്കാം, മരങ്ങളാവാം, പക്ഷികളാവാം, ഉറുമ്പാവാം, അമീബ, ഇങ്ങനെ എന്തെല്ലാം ഒക്കെ ആയിരുന്നിരിക്കാം. ആ ജന്മത്തിലെല്ലാം നമുക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. പക്ഷെ ശാശ്വതനായിട്ടുള്ള നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പൊ അങ്ങനെ നമ്മളെ ആ ഭഗവാനിലേക്ക് എത്തിക്കാൻ നമ്മളോടൊപ്പം എല്ലാ ജന്മങ്ങളിലും ഉണ്ടാകുന്ന ആളാണ് നമ്മുടെ ആധ്യാത്മികമായ ഗുരു. നമ്മൾ ചെയ്തു കൂട്ടിയ എന്താ പറയാ, ജന്മങ്ങളിൽ നമ്മുടെ കർമ്മങ്ങളിലൂടെ നേടിയ പുണ്യവും പാവവും
അതെല്ലാം കത്തിച്ചു കളയാൻ മാത്രം പവറുള്ള ശക്തിയുള്ള ഒരാളാണ് നമ്മുടെ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. ഗുരുവിന് ഭാരതീയ സങ്കല്പം വലിയ ഒരു വിലയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഭാരതത്തിലാണ് ഗുരുവിന് ഇത്രത്തോളം പ്രാധാന്യവും കൊടുത്തിരിക്കുന്നത്. വേറെ ഒരു ലോകത്തും വേറെ രാജ്യത്തും ഇത്രത്തോളം ഗുരുവിന് പ്രാധാന്യമില്ല. നമ്മുടെ മന്ത്രങ്ങൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അപ്പോ ഗുരു എന്ന് പറയുന്നത് ബ്രഹ്മാണ്, മഹാദേവനാണ്, മഹാവിഷ്ണുവാണ്, ഈ പരബ്രഹ്മമാണ്, എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ശരിക്കും. അപ്പോ ശരിക്കും ഗുരു എന്ന് പറയുന്നത് വ്യാസദേവന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ഭാഗവതത്തില് ഈ ഗുരുവിന്റെ യഥാർത്ഥ ഗുരുവിന്റെ കാര്യങ്ങളെക്കുറിച്ച് ധാരാളം വിശദമായിട്ട് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല 24ഓളം തരം ഗുരുക്കന്മാരെ പറ്റിയും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതിൽ കൂരകപക്ഷി, കള്ളൻ, ഉറുമ്പ്, ആമ, എല്ലാവരും ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഗുരുസ്ഥാനീയരാണ്. പക്ഷേ യഥാർത്ഥ ഗുരുവും ഈ പറയുന്ന ഗുരുസ്ഥാനീയരും വ്യത്യസ്തമുണ്ട്. ഗുരു എന്ന് പറയുമ്പോൾ, നമ്മുടെ ആധ്യാത്മിക ഗുരു എന്ന് പറയുമ്പോൾ നമ്മളെ കർമ്മങ്ങളെ മുഴുവൻ കത്തിച്ച് കളയാനും നമ്മളെ ഭഗവാനിലേക്ക് നയിക്കാനും കഴിവുള്ള ആളാണ് ഗുരു. ഈ ഗുരുവിന്റെ വാക്കിൽ തന്നെ 3 കാര്യങ്ങളുണ്ട്. 1 അധ്യാപകൻ, 2 ആചാര്യൻ, പിന്നെ 3 ഗുരു. അധ്യാപകനും ആചാര്യനും എന്ന് പറയുമ്പോൾ, അധ്യാപകൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഷയത്തിൽ അറിവുള്ള ആളായിരിക്കും. എന്നാൽ ആ അറിവ് അയാള് സ്വജീവിതത്തിൽ എന്താ പറയാ ആചരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പല പല ജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്ന ആളാണ് അധ്യാപകൻ. ആചാര്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആധ്യാത്മികമായ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ട്. എന്നാൽ സമൂഹത്തിന് അദ്ദേഹം ഒരു വഴികാട്ടി ആകണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ നിയന്ത്രിക്കണമെന്നോ അല്ലെങ്കിൽ നയിക്കുന്ന ആളോ ആവണമെന്നില്ല. അയാൾ ആചരിക്കും. സ്വയം നേടിയ അറിവ് സ്വയം ആചരിച്ച് ജീവിക്കുന്ന ആളാണ് ആചാര്യൻ എന്ന് പറയുന്നത്. ഗുരു എന്ന് പറയുമ്പോൾ അതല്ല, ശരിയായ അറിവ് ശിഷ്യർക്ക് നൽകി ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം നൽകുന്ന അതിന് മാത്രം കഴിവുള്ള ആളാണ് ഗുരു. ഗുരുവിന്റെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം, ഒരു സ്പർശനം, അത് എന്താ പറയാ ഒരു സമൂഹത്തെ ഒരു എന്താ പറയാ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ശീല പ്രഭുപാദിന്റെ കാര്യം നമുക്ക് എടുത്തറിയാം. അദ്ദേഹം വയസ്സായ കാലത്ത് അദ്ദേഹം അമേരിക്കയിൽ ചെന്നിട്ട് ഒരു പരിചയവുമില്ലാത്ത സ്ഥലത്ത്, ബന്ധുക്കളോ ആയിട്ട് ആരുമില്ലാത്ത സ്ഥലത്ത്, സുഹൃത്തുക്കളായിട്ട് ആരുമില്ലാത്ത സ്ഥലത്ത് അദ്ദേഹം ഒരു പാർക്കിലിരുന്ന് അദ്ദേഹം ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും അന്നത്തെ ആ കാലഘട്ടത്തിലെ യുവാക്കളെല്ലാം അദ്ദേഹത്തിന്റെ അടുക്കുകയും വരികയും അവരെല്ലാം മൃഗീയമായി ജീവിച്ചു കൊണ്ടിരുന്ന, എന്ന് പറഞ്ഞാൽ മദ്യത്തിലും മാംസത്തിലും ലഹരി വസ്തുക്കള് അവിധ ലൈംഗികത്തില് എന്തൊക്കെ ഹരേ കൃഷ്ണ വൈഷ്ണവ ധർമ്മം എതിർക്കുന്നു അതെല്ലാം പ്രാവർത്തികമായി ജീവിച്ചു കൊണ്ടിരുന്ന ആൾക്കാരെ മുഴുവൻ അദ്ദേഹം മാറ്റിമറിച്ച് ലോകത്തിനെ മൊത്തം മാറ്റി. അദ്ദേഹം ഇന്ന് ഹരേ കൃഷ്ണ മൂവ്മെന്റ് ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇന്ന് ലോകര് വളരെ സന്തോഷത്തോടു കൂടി ഭഗവാന്റെ നാമം ജപിക്കുന്നു. അവരെല്ലാം രഥോത്സവങ്ങൾ കൊണ്ടാടുന്നു. ഗോകുലങ്ങള്, ഗുരുകുലങ്ങള്, ഗോശാലകള്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ലോകത്തിന് നൽകി. അതാണ് ഒരു ഗുരുവിന്റെ മഹത്വം. ഒരു മനുഷ്യനെ ശരിക്കും പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് എത്തിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളാണ് ഗുരു എന്ന് പറയുന്നത്. നമുക്കത് ഒരു ഗുരുവിനെ സ്വീകരിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും ചിലർക്കൊക്കെ തോന്നും. കാരണം ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കാം, യൂട്യൂബിലൂടെ മനസ്സിലാക്കാം, പുസ്തകങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊരു ഗുരു ആവശ്യമുണ്ടോ എന്നല്ല. പക്ഷെ അതിന് ശരിക്കും നമ്മുടെ എന്താ പറയാ കൃഷ്ണൻ, ശ്രീരാമൻ, ഇവരെല്ലാം നമുക്ക് എന്താ പറയാ മാതൃകയായിട്ടുണ്ട്. ഗുരുവിനെ ഒരു സ്വീകരിക്കണം, എന്തുകൊണ്ട് സ്വീകരിക്കണമെന്ന് കാണിച്ചു തന്നവരാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും അടക്കമുള്ള അവതാരങ്ങൾ പോലും. മനസ്സിലായില്ലേ? അദൃശ്യനായിട്ടുള്ള ഒരു ഭഗവാനെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാനോ കാണാനോ പറ്റില്ല. അപ്പോൾ അതിന് ആ ഒരു അകക്കണ്ണ് തരാനും ഭഗവാനിലേക്ക് നയിക്കാനും മാത്രം കഴിവ് ഗുരുവിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ശിഷ്യന് എൻ്റെ ഗുരുവിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് തന്നെ സ്വയം പവിത്രീകരിക്കാൻ മാത്രം ഉള്ള ശക്തി കിട്ടുമെന്നാണ് പറയുന്നത്. ഗുരു സ്മരണ, ഗുരു പൂജ, ഇതെല്ലാം നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള അറിവുകളിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കും.
ഈ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് സ്ഥൂല ശരീരത്തിന്റെ പഞ്ചഭൂത നിർമ്മിതമാണ്. ഈ ശരീരം നമുക്ക് മാതാപിതാക്കൾ തന്നു. പക്ഷേ എന്നാൽ ഗുരു നമുക്ക് തരുന്നത് എന്താണെന്ന് അറിയാമോ? ആധ്യാത്മികമായിട്ടുള്ള ആത്മീയ ശരീരമാണ് നമുക്ക് ഗുരു നമുക്ക് തരുന്നത്. അതിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനും ഉള്ള കഴിവുള്ള ഒരു ആത്മീയ ശരീരത്തിന് ഉടമകളാക്കി മാറ്റുകയാണ് ഗുരു ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ചില ഗുരുക്കന്മാര് ശിഷ്യന്മാരെ യഥാർത്ഥ വഴിയിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ചിലയിടത്തൊക്കെ അതില് അപവാദങ്ങളുമുണ്ട്. സ്വയം ഈശ്വരന്റെ പരിവേഷം കെട്ടിയിട്ട് അല്ലെങ്കിൽ ഈശ്വരനെ പോലെ രൂപമൊക്കെ ഇട്ട് വേഷം കെട്ടിയൊക്കെ ഇരുന്ന് ശിഷ്യന്മാരെ പറ്റിക്കുന്ന ഗുരുക്കന്മാരും ഈ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ നമുക്ക് ഭഗവാൻ കൃഷ്ണൻ ഗീതയിലൂടെ പറയുന്നുണ്ട്, നമ്മളൊരു പരമ്പരയിലൂടെ വരുന്ന ഒരു ഗുരുവിനെ മാത്രം വേണം സ്വീകരിക്കാൻ. അപ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ഒരു ഗുരുവിനെ നമുക്ക് കിട്ടുകയും അതിലൂടെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന്റെ അടുത്തേക്ക് പോകാനും കഴിയുള്ളൂ. 4 തരത്തിലുള്ള അറിവ് വരുന്ന 4 വഴികളാണ്. ഒന്ന് ശരിക്കും നമ്മൾ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ വായിച്ച് നേടുന്ന അറിവ്. 2 ലോകപരിചയങ്ങളിലൂടെ കിട്ടുന്ന അറിവ്. പിന്നെന്താണ്? നമ്മുടെ അനുഭവത്തിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലും അനുഭവങ്ങളിലൂടെയും ലഭിക്കുന്ന അറിവ്. ഇതിനേക്കാൾ ഉപരി ഗുരുവിന്റെ മുഖത്തിലൂടെ, ഗുരുമുഖത്തിലൂടെ ലഭിക്കുന്ന അറിവാണ് ഏറ്റവും പ്രധാനം. അതും അങ്ങനെയുള്ള അറിവുകൾ മാത്രമാണ് നമ്മളെ ഭഗവാനിലേക്ക് നയിക്കും. മറ്റുള്ള അറിവുകളെല്ലാം ഈ നമ്മുടെ അനുഭവങ്ങളിലൂടെ നേടിയ ധാരാളം അറിവുകളുണ്ട്. അതൊക്കെ നമ്മുടെ ഭൗതികമായിട്ട് നമ്മളെ സഹായിക്കും. ലോകപരിചയങ്ങളിലൂടെ നേടിയ അറിവുകളും ഈ പറഞ്ഞ പോലെ ഭൗതികമായിട്ട് നമ്മളെ സഹായിക്കും. ഗ്രന്ഥങ്ങളിലൂടെ നേടുന്ന അറിവുകളും ഈ പറഞ്ഞ ഭൗതികമായിട്ടും കുറെയൊക്കെ ആധ്യാത്മികമായിട്ടും സഹായിക്കുമെങ്കിലും ഏറ്റവും ഗുരുമുഖത്തിലൂടെ നേടുന്ന അറിവാണ് നമ്മളെ പരമപുരുഷനായ ഭഗവാനെ കുറിച്ചും ആ ഭഗവാനെ കണ്ടെത്താനും ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനും മാത്രമുള്ള അറിവ് ലഭിക്കുന്നത് ഗുരുവിലൂടെയാണ്. പിന്നെ എന്താണ്? ഗുരുവിന്റെ മുമ്പില് ചിലപ്പോൾ നമ്മൾ വളരെ ബുദ്ധിയില്ലാത്ത ഒരാളായിരിക്കാം. പക്ഷെ ഗുരുവിന് നമ്മളെ ഏറ്റവും വലിയ ബുദ്ധിമാനാക്കി മാറ്റാൻ കഴിയും. അങ്ങനെ ഒരു സംഭവം ശങ്കരാചാര്യരുടെ ഒരു ശിഷ്യന്മാരിലെ ആനന്ദഗിരി എന്ന് പറയുന്ന ഒരു ശിഷ്യനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ആനന്ദഗിരി വളരെ ബുദ്ധി കുറഞ്ഞ ഒരു യുവാവായിരുന്നു. സംസ്കൃതമൊന്നും അറിയില്ല പുള്ളിക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗുരുവിന്റെ സേവനങ്ങൾ ചെയ്യാനാണ് താല്പര്യം. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളൊക്കെ നനച്ച് എല്ലാം ഉണക്കി അടുക്കി പറക്കി വയ്ക്കുക, ആശ്രമത്തിലുള്ള ആഹാരം പാചകം ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോ പക്ഷെ എന്നാലും ഗുരുവിന് ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം എന്നും ഗുരു ഇങ്ങനെ ഈ രാവിലെ സംസ്കൃത ശ്ലോകങ്ങളെല്ലാം ശിഷ്യരെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം കേട്ടുകൊണ്ട് ഏറ്റവും പുറകിൽ അങ്ങനെ ഇരിക്കും. ചുമ്മാ വന്നിരിക്കുന്നതാണ്. ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നുമില്ല. അദ്ദേഹത്തിന് തിരിച്ചു പറയാൻ പറഞ്ഞാൽ ഒന്നും കാണാതെ പറയാനുള്ള കഴിവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ശങ്കരാചാര്യർ വന്നിരുന്നു. ശിഷ്യന്മാരെല്ലാം വന്നു. പക്ഷേ ശങ്കരാചാര്യർ അന്ന് പാഠം പഠിപ്പിക്കാതെ അങ്ങനെ ഇരിക്കുകയാണ്. വിചാരങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നു. അപ്പോ ശിഷ്യന്മാർ ചോദിക്കും, എന്താ ഗുരു ഒന്നും തുടങ്ങുന്നില്ല, നമുക്ക് തുടങ്ങാൻ സമയം ആയല്ലോ. അപ്പൊ ശങ്കരാചാര്യർ പറയും, ആനന്ദഗിരി വന്നില്ലല്ലോ. അപ്പോ ശിഷ്യർ പറയും, ആനന്ദഗിരി വന്നിട്ട് എന്താ കാര്യം? അദ്ദേഹത്തിന് ഇത്രയും കാലം പഠിപ്പിച്ചതിൽ ഒരു ശ്ലോകം പോലും അദ്ദേഹത്തിന് കാണാതെ അറിയില്ല. അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, സംസ്കൃതം അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അതുകൊണ്ട് വന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, അങ്ങ് തുടങ്ങിക്കോളൂ. അപ്പൊ ആ ശങ്കരാചാര്യ പറയില്ല, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല, അദ്ദേഹം പരമപണ്ഡിതനാണ്, അദ്ദേഹത്തിന് എല്ലാം അറിയാം. അദ്ദേഹത്തിന് ഒന്നും അറിഞ്ഞൂടാ. ഇല്ല, ഇന്ന് അദ്ദേഹം നോക്കിക്കോളൂ, നിങ്ങളുടെ മുമ്പിൽ ഒരു സ്വന്തമായിട്ട് അദ്ദേഹം സംസ്കൃതത്തിൽ ഒരു അഷ്ടകം ചൊല്ലും എന്ന് പറയുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അഷ്ടകം ഒന്നും അറിയില്ല. കുറെ കഴിഞ്ഞ് ആനന്ദഗിരി അന്നത്തേക്ക് വന്നു. ശങ്കരാചാര്യര് ആനന്ദഗിരി അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആനന്ദഗിരി, നീ ഒരു അഷ്ടകം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഒരു അഷ്ടകം ചൊല്ലാൻ പറയും. അപ്പൊ ആനന്ദഗുരു ആദ്യം ഒന്ന് ഞെട്ടി. അപ്പൊ ഗുരു കണ്ണുകൊണ്ട് കാണിച്ചു, നിന്നെ കൊണ്ട് പറ്റും, തുടങ്ങിക്കോളൂ എന്നുള്ള ഒരു ഇത് കാണിച്ചു, സിമ്പല് കാണിച്ചു. ശങ്കരാചാര്യര് ഇത് കാണിച്ചതും അനുവാദം കൊടുത്തതും ഇദ്ദേഹം അങ്ങ് നിർഗളം തോടക എന്താ പറയാ നൃത്തത്തില് സംസ്കൃതത്തിലെ ഒരു ഭഗവാനെ സ്തുതിച്ച് അതിമനോഹരമായ ഒരു അഷ്ടകം അദ്ദേഹം രചിച്ചു.
അപ്പോൾ ഇവരെല്ലാം ശിഷ്യന്മാരെല്ലാം അന്തം വിട്ടിരിക്കണം. കാരണം ഒരിക്കലും അവർക്കൊന്നും ഇത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വലിയ മിടുക്കന്മാരാണ്. ഗുരു പറയുന്നതെല്ലാം കാണാതെ പഠിക്കുന്നുണ്ടെന്നല്ലാതെ സ്വന്തമായിട്ട് ഒരു കൃതി ഉണ്ടാക്കാനോ വായിക്കാനോ ഒന്നും അവർക്ക് പറ്റുന്നേ ഇല്ല. അപ്പോൾ ആ സമയത്താണ് ഒട്ടും ഒരു കഴിവില്ലെന്ന് അവരെല്ലാം വിചാരിച്ചിരുന്ന ഈ പറയുന്ന ആനന്ദഗിരി അതിമനോഹരമായിട്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തോടക വൃത്തത്തിലെ ഒരു അഷ്ടകം രചിക്കുന്നത്. അപ്പോ ഗുരുവിന്റെ കാരുണ്യമുണ്ടെങ്കിൽ, ഗുരുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, മുഖം കരോതി വാചാലം, മൂകനായിട്ടുള്ള ഒരാളെ സമർത്ഥമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവനാക്കി മാറ്റും എന്നാണ് ഗുരുവിനെ കുറിച്ച് സ്തുതിക്കുന്ന മന്ത്രങ്ങളിൽ തന്നെ തുടക്കം പറയുന്നത്. ഇതുപോലെ തന്നെ ഗുരുവിനെ ശങ്കരാചാര്യ പരമ്പരപ്പെട്ടുള്ള മറ്റൊരാളാണ് പത്മപാദർ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഒരു ശിഷ്യൻ. ആ ശിഷ്യന്റെ ശരിക്കും പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന് പത്മപാദർ എന്ന് വിളിക്കാൻ കാര്യം, അദ്ദേഹത്തിന് പാദം ഓരോ കാലടിയും വയ്ക്കുമ്പോഴേക്കും വെള്ളത്തിൽ മുകളിൽ താമര ഉയർന്നു വന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പത്മപാദർ എന്ന് പറയാൻ കാരണം. അതിന്റെ സംഭവം ഇങ്ങനെയാണ്. ഒരിക്കൽ പത്മപാദർ നദിയുടെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ കൂടെ ഗുരുവും ശിഷ്യരും മറ്റു ശിഷ്യരും നടന്നു പോവുമായിരുന്നു. അപ്പോ അദ്ദേഹം ഗുരു എന്ന് ഉറക്കെ വിളിച്ചപ്പം ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയിട്ട് വരൂ എന്ന് ശങ്കരാചാര്യര് ഇദ്ദേഹത്തിനെ നോക്കി തിരികെ വിളിച്ചപ്പോ ഇദ്ദേഹം, നമ്മളൊക്കെ ആണെങ്കിൽ അയ്യോ വള്ളമില്ല, വഞ്ചിയില്ല, ഒന്നുമില്ല, എനിക്ക് നീന്താനും അറിയില്ല, ഞാൻ എങ്ങനെ വരും എന്ന് ചോദിക്കും. പക്ഷെ അദ്ദേഹം ആണെങ്കിൽ ഉടൻ തന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല. അദ്ദേഹം ഗുരു വിളിച്ചതും ഗുരുവിനുള്ള വിശ്വാസത്തോടു കൂടി ഓരോ പാദവും വെള്ളത്തിലേക്ക് വെച്ച് നടന്നതും അദ്ദേഹത്തിന്റെ പാദത്തിന്റെ താഴെ എന്താ പറയാ സഹസ്ര ദളപത്മം ഇങ്ങനെ 1000 വിധങ്ങളുള്ള പൂക്കൾ, താമരപ്പൂക്കൾ ഉയർന്നു വന്ന് ഇദ്ദേഹത്തെ താങ്ങി. അങ്ങനെ ഇദ്ദേഹം ഗുരുവിന്റെ അരികിലേക്ക് ഈ താമരപ്പൂക്കളിൽ ചവിട്ടി ഗുരുവിന്റെ ശങ്കരാചാര്യരുടെ അടുത്തേക്ക് പോയി. അന്നു മുതൽ അദ്ദേഹത്തിന് പത്മപാദർ എന്ന് പേരും ലഭിച്ചു. മറ്റ് ആനന്ദഗിരിക്കാണെങ്കിൽ അതോടുകൂടി തോടകാചാര്യൻ എന്ന് വെച്ചാൽ തോടക വൃത്തത്തില് കൃതി എഴുതിയതുകൊണ്ട് തോടകാചാര്യൻ എന്ന് അദ്ദേഹത്തിനും പേരുണ്ടായി. അപ്പോ ഗുരുവിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരുവില് പൂർണ്ണമായിട്ടും വിശ്വസിച്ചാൽ നടക്കാത്തായിട്ട് ഒന്നുമില്ല എന്ന് ഈ 2 കഥകളിലൂടെ, ഇതുകൂടെ ധാരാളം കഥകളുണ്ട്. നമുക്ക് ആ കഥകൾ പറഞ്ഞു വരുന്നാൽ ഈ കാര്യങ്ങൾ നീങ്ങില്ല. അപ്പൊ എന്തായാലും കൃഷ്ണൻ നമുക്കറിയാം, സാന്ദീപനി മുനിയുടെ ആശ്രമത്തില് അദ്ദേഹം എല്ലാം സർവജ്ഞനാണ്. എന്നിട്ട് പോലും അദ്ദേഹം ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, ലോകർക്ക് മാതൃക കാണിക്കാൻ വേണ്ടി 64 ദിവസം അദ്ദേഹം സാന്ദീപനി മുനിയുടെ ആശ്രമത്തില് പോയി. നമുക്കറിയാം കുചേലനായിട്ട് ഒരുമിച്ച് അവർ കഴിഞ്ഞു, ആത്മമിത്രങ്ങളായി. അവസാനം സാന്ദീപനിക്ക് മരിച്ചുപോയ പുത്രനെ എന്താ പറയാ ഗുരുദക്ഷിണ നൽകിയാണ് കൃഷ്ണൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോ മഹത്തുക്കളായ വ്യക്തികൾ പോലും ഗുരുവിനെ സ്വീകരിച്ച് നമുക്ക് വഴികാട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ ജ്ഞാനം, ദാനം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ദാനങ്ങളാണ്. അന്നദാനം പോലെ പ്രധാനപ്പെട്ട ദാനം ജ്ഞാനദാനം. ജ്ഞാനദാനം എന്ന് പറയുമ്പോൾ അറിവ് ദാനം ചെയ്യുക. നമ്മുടെ ഭഗവത്ഗീതയെല്ലാം ഗീതാ ജയന്തി സമയത്ത് നമ്മൾ ഭഗവത്ഗീതയൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ജ്ഞാനദാനത്തിൽപ്പെടുന്നതാണ്. നമുക്കല്ലാതെ നമ്മൾ പ്രീച്ചിങ് ചെയ്യുന്നു, ആൾക്കാർക്ക് അവരുടെ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ജ്ഞാനദാനത്തിൽപ്പെടുന്നതാണ്. അതും നമ്മൾ ആഹാരം കൊടുത്താൽ ഒരു നേരം അവരുടെ വിശപ്പടങ്ങും, അടുത്ത് കുറെ കഴിയുമ്പോൾ വീണ്ടും അവർക്ക് വിശപ്പുണ്ടാവും. പക്ഷെ ജ്ഞാനദാനത്തിലൂടെ അവർ ഈ ജനന മരണ ചക്രത്തിന് ഒരു മോചനം നേടി അവർ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു വിഷമവും ഇല്ല. ഈ ഭൗതിക ലോകത്ത് എല്ലാം ദുഃഖങ്ങളാണ്, മനസ്സിലായില്ല. അപ്പോൾ ശരിക്കും ഒരാൾ തൃപ്തനാകുന്നത് ആഹാരം കൊടുത്താണ്. അതുകൊണ്ടാണ് അന്നദാനത്തിന് പ്രാധാന്യം കൂടുതൽ കൽപ്പിക്കുന്നത്. മതി എന്ന് പറയുന്നത് വേറെ എന്ത് കൊടുത്താലും, പൈസ കൊടുത്താലും, നഷ്ടം കൊടുത്താലും, സ്വർണം കൊടുത്താലും, എന്ത് കൊടുത്താലും ഇനിയും പോരട്ടെ എന്നുള്ള ഒരു ചിന്ത മനസ്സിലുള്ളിൽ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആഹാരം കൊടുക്കുമ്പോൾ എന്താ പറ്റണം? ആഹാരം ആകുമ്പോൾ നമുക്ക് വേറെ ഇവർക്കും പിന്നെ മതി എന്ന് പറയും. അതുകൊണ്ടാണ് അന്നദാനത്തിന് പ്രാധാന്യം. പക്ഷെ അന്നദാനത്തിനെക്കാട്ടിയും പ്രാധാന്യം ജ്ഞാനദാനത്തിനുണ്ട്. കാരണം ജ്ഞാനദാനം ഈ ലോകത്ത് നിന്ന് തന്നെ തിരിച്ച് ഭഗവാന്റെ അരികിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ഒരു വലിയ സംഭവമാണ്. അതുകൊണ്ട് ജ്ഞാനദാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്.
സന്യാസിമാർക്ക് പോലും എല്ലാം ലോകത്തിലുള്ള എല്ലാം ഉപേക്ഷിച്ചവരാണ് സന്യാസിമാർ. അവർ അങ്ങനെയാണ് പറയുന്നത്. കുടുംബം, അവരുടെ മാതാപിതാക്കള്, അവരുടെ ജന്മസ്ഥലം, ഇതെല്ലാം അവർ ഉപേക്ഷിക്കണമെന്നാണ്. പക്ഷെ അവർക്ക് പോലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് ഈ ഗുരുവുമായിട്ടുള്ള ബന്ധം. അകാലത്തിലുള്ള മരണത്തെ പോലും ഗുരുക്കന്മാര് തന്റെ ശിഷ്യന്മാരുടെ അകാല മരണങ്ങളെ പോലും ഗുരുക്കന്മാര് മാറ്റിമറിക്കാൻ മാത്രം പ്രാപ്തിയുള്ളവർ കൂടിയാണ് ഈ ഗുരുക്കന്മാർ. അപ്പോ ശരിക്കും ഭഗവത്ഗീത പറയുന്നുണ്ട്, തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശിച്ചേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക, വിനയപൂർവ്വം ചോദിച്ചറിയുക. സാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കിയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്. അപ്പോ ഇവിടെ എന്താ, ശിഷ്യൻ ഗുരുവിനെ സേവിച്ച സംശയങ്ങൾ ചോദിച്ച് കൂടെ കഴിയണം. അങ്ങനെയാണ് ചെയ്യണം. ഗുരുവിനെ സേവിക്കണം. സേവിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള സംശയങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് കൂടെ കഴിയണം. പക്ഷെ നമ്മൾ ആ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കണം? ഒരിക്കലും ഗുരുവിന്റെ അറിവിനെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാകരുത്, അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങൾ ചോദിച്ച് ഗുരുവിനെ കുഴപ്പിക്കാൻ മാത്രമുള്ളതാകരുത്. അല്ലെങ്കിൽ താൻ നേടിയ കുറെ അറിവുകൾ ഗുരുവിനെ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയുള്ളതും ആകാൻ പാടില്ല. അവിടെ എളിമത്വം, അവിടെ ഗുരുവിനോട് വളരെ എന്താ പറയാ, എളിമത്തോടുകൂടി, ക്ഷമയോടുകൂടി, വിനയത്തോടുകൂടി വേണം നമ്മൾ ഗുരുവിനെ ശരണം പ്രാപിച്ച് ഗുരുവിന്റെ അടുക്കൽ നിന്ന് ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഗുരുവിനെ നമ്മൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പുതിയ ഒരു സൃഷ്ടിയായിട്ട് മാറും, പുതിയൊരു ജന്മമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ പുതിയ പേര് കിട്ടുന്നത്. അപ്പോൾ അത് ആ ഒരു ജന്മം അവിടെ തീരുകയാണ്. നമ്മളെ കർമ്മങ്ങളെല്ലാം കത്തിച്ച് കളയുകയാണ്. അവിടെ യജ്ഞത്തില് ഹോമത്തിന്റെ മുമ്പിൽ ദേവീദേവന്മാർക്കും കൃഷ്ണനും അഗ്നിക്കും ഒക്കെ മുന്നിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം കത്തിച്ച് കളയുമ്പോൾ അപ്പോൾ നമ്മൾ അന്ന് മുതൽ പുതിയൊരു സൃഷ്ടി, പുതിയൊരു ജീവിയായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് നമുക്ക് അന്ന് മുതൽ നമ്മുടെ പേരും മാറുന്നത്. അപ്പോൾ അന്ന് മുതൽ നമുക്ക് നമ്മുടെ പിതാവിന്റെ കൂടി ഒരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. നമ്മൾ പുത്രന്മാരായിട്ടും മാറുന്നു. അച്ഛനും അമ്മയ്ക്കും പുത്രനെ മനസ്സിലാക്കാൻ ചിലപ്പോ എത്ര അടുത്ത നല്ല സ്നേഹമാണെങ്കിലും ഒരു പുത്രനെ അല്ലെങ്കിൽ പുത്രിയെ മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. പക്ഷെ ഗുരുവിനെ അറിയാം ഒരു ശിഷ്യൻ ഇവൻ എന്തായിരിക്കും, ഇവൻ എങ്ങനെ പെരുമാറും, എന്ത് ചെയ്യും, എന്ത് ചെയ്യില്ല, ഇതെല്ലാം ഒരാളെ കാണുമ്പോൾ തന്നെ ഗുരുവിന് മനസ്സിലാവും. അത്രമാത്രം കഴിവ് ഗുരുവിനുണ്ടെന്നുള്ളതാണ് സത്യം. നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ശിഷ്യരുടെയും മനസ്സ് വായിക്കാനുള്ള കഴിവും ഗുരുവിനുണ്ട്. അങ്ങനെ ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നത് നമ്മുടെ എന്താ പറയാ ഒരു നിയോഗമാണ്, ഒരു അനുഭവമാണ്. അത് എല്ലാവരും ഗുരുവിനെ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഗുരുവിനെ സ്വീകരിക്കാൻ ശ്രമിക്കണം. അതിന് വേണ്ടതായ കാര്യങ്ങളിലേക്ക് കടക്കണം. പിന്നെ ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിന് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് ഗുരുസ്മരണ പുലർത്തി ഗുരുവിനെ മുന്നിൽ നിർത്തി വേണം നമ്മൾ ജീവിക്കാൻ. ഒരിക്കലും ഗുരുവിന് കൊടുക്കുന്ന വാക്ക് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. നമ്മൾ പ്രധാനമായിട്ടും മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം, ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കണം, അഭീത ലൈംഗിക ബന്ധം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം. പിന്നെന്താണ് ഗാംബ്ലിങ്, ഈ എന്താ ലോട്ടറി എടുപ്പ്, ഷെയർ മാർക്കറ്റില് കാശ് വാരിയേറിയൽ, പിന്നെ വസ്തു കച്ചവടം, ഇങ്ങനെ പൈസ ഓവറായിട്ട് കാശിനോട് ഭ്രമം ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് അതിൻ്റെ 16 മാല ജപിച്ചു കൊള്ളാം. ഇങ്ങനെയൊക്കെ നമ്മൾ സത്യം ചെയ്തിട്ടാണ് ഗുരുവിൽ നിന്നും ദീക്ഷ നമ്മൾ നേടുന്നത്. അപ്പോൾ ആ സത്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറകിലോട്ട് പോകാൻ പാടില്ല. കാരണം അഗ്നിസാക്ഷിയായിട്ട് ഗുരുവിന് കൊടുക്കുന്ന വാക്കാണ്. അങ്ങനെ നമ്മൾ വാക്ക് തെറ്റിച്ചാൽ നമുക്കും നമ്മൾ കാരണം ഗുരുവിനും ബുദ്ധിമുട്ടേണ്ടി വരും. രണ്ടു കൂട്ടർക്കും അതിന് ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്. കാരണം ഇനിയുള്ള ജന്മങ്ങളിൽ നമുക്ക് ഗുരുവായിട്ട് മനുഷ്യജന്മം പോലും കിട്ടുമെന്ന് ഉറപ്പുമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗുരുവിന്റെ കാര്യമാണ്. ഇനി ഈ ശിഷ്യന്മാരെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു നിർത്താം. ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ശിഷ്യന്മാരുണ്ട്. എന്താ, അധമരായിട്ടുള്ള ശിഷ്യരുണ്ട്. അധമരായിട്ടുള്ള ശിഷ്യർ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഗുരുവിൽ നിന്ന് വലിയ കാര്യത്തിൽ എനിക്കും ഒരു ഗുരു ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇദ്ദേഹം ആരെങ്കിലും കൈയും കാലൊക്കെ പിടിച്ച് ഒരു ഗുരുവിനെ സ്വീകരിക്കും. പക്ഷെ ഗുരുവിനെ സ്വീകരിച്ചതിന് ശേഷം പുള്ളിയുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താതെ പഴയതുപോലെ തന്നെ ജീവിക്കുന്ന, ഈ പറയുന്ന 4 യമനിയമവും പാലിക്കാതെ തോന്നുംപടി ജീവിക്കുന്ന, ജപിക്കാതെ ജീവിക്കുന്ന ആ ശിഷ്യരാണ് അധമ ശിഷ്യരെന്ന് പറയുന്നത്. ഇനി മധ്യമ ശിഷ്യരുണ്ട്. അവരെന്താണ്? അവർ പറഞ്ഞ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അന്ന് ദീക്ഷ എടുക്കാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഫോളോ ചെയ്യും, വേറെ ഒന്നും ചെയ്യത്തുമില്ല. അവര് തെറ്റായിട്ടൊന്നും കാണിക്കില്ല, പക്ഷെ കൂടുതൽ ഗുരുവിന് വേണ്ടി കൂടുതലൊന്നും ചെയ്യാറില്ല. അവര് പറഞ്ഞതൊക്കെ ചെയ്യും, അങ്ങനെ പോകും. ഉത്തമ ശിഷ്യർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവര് ഗുരു പറഞ്ഞിട്ടുള്ളതും ഗുരുവിന് നമ്മൾ കൊടുത്ത വാക്കും, ഇത് കൂടാതെ ഗുരുവിന്റെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തൊക്കെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗുരു ഇറങ്ങി പുറപ്പെട്ട ആ എന്താ പറയാ ഈ മേഖലയിലേക്ക് തനിക്ക് എന്തൊക്കെ സംഭാവന ചെയ്യാൻ പറ്റും, അത് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എന്താ പറയാ നമ്മുടെ സംസാരങ്ങളിലൂടെയും പ്രീച്ചിങ്ങിലൂടെയും ഇങ്ങനെ ലോകരെ മൊത്തം ഈശ്വരാബോധത്തിലേക്ക് നയിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന് ഗുരുവിനെ സഹായിക്കായിട്ട് നമ്മൾ മുന്നിട്ട് നിന്ന് പെരുമാറും. അതാണ് ഉത്തമമാവാനായിട്ടുള്ള ഒരു ശിഷ്യൻ. മധ്യമ ശിഷ്യൻ ഗുരു പറഞ്ഞത് മാത്രം പ്രവർത്തിച്ച് അങ്ങനെ പോകും, ആർക്കും തെറ്റുമില്ല കുറ്റമില്ല എന്നുള്ള മട്ടിൽ പോകും. അധമ ശിഷ്യൻ ഗുരു പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഗുരുവിന് കൊടുത്ത വാക്കൊന്നും പാലിക്കാതെ ജീവിക്കുന്നവരാണ് അധമ ശിഷ്യർ. പിന്നെന്താണ്, നമ്മളെ ഏത് കാര്യത്തിനും നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതും സ്മരിക്കേണ്ടതും നമ്മുടെ ഗുരുവിനെയാണ്. ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, കാരണം അവിടെ നമ്മൾ ഗുരുവാണ് പിന്നെ നമ്മെ നയിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഗുരുവിനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, ഭഗവാൻ ആരതി ഒഴിയുമ്പോഴും നമ്മൾ ആദ്യം ഗുരുവിനെ കാണിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നത്. അതുപോലെ ഏത് പ്രവൃത്തിയിലേക്ക് തിരിയുമ്പോഴും, ചെയ്യാൻ പോകുമ്പോൾ പോലും ഗുരുവിന്റെ അടുത്ത് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം പോകാൻ. ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പോലും നമ്മൾ ആദ്യം ഗുരുവിനെ സ്മരിക്കുകയോ അല്ലെങ്കിൽ ഗുരുമന്ത്രം ചൊല്ലുകയോ എന്തെങ്കിലും നമ്മുടെ ഗുരുവിനെ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിലേക്ക് കടക്കാൻ. പിന്നെ എന്താണ്, കബീർ എന്ന് പറയുന്ന ഒരു കബീർദാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഭക്തനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരേ സമയത്ത് ഈശ്വരനും ഗുരുവും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ ആരെ നമസ്കരിക്കണം എന്നാണ് ആദ്യം. അപ്പൊ അതിനുള്ള ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം നമസ്കരിക്കേണ്ടത് ഗുരുവിനെയാണ്. കാരണം നമുക്ക് ഈശ്വരനെ കാണാൻ വേണ്ടതായ കണ്ണ് തെളിയിച്ച് തന്നത് ഗുരുവാണ്. അപ്പൊ ജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അങ്ങനെ ഗുരുവിനെ നമ്മുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തില് പെട്ട് തിമിരം ബാധിച്ച ആ കണ്ണുകളിൽ ജ്ഞാനമാകുന്ന എന്താ പറയാ കരിമഷി എഴുതി നമുക്ക് നല്ല കാഴ്ച തുറന്നു തന്നത് ഗുരുവാണ്. അങ്ങനെയുള്ള ആ ഗുരുവിലൂടെയാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റിയത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഗുരുവിനെ നമസ്കരിക്കണമെന്നാണ് പറയുന്നത്. അത്രമാത്രം പ്രാധാന്യമാണ് ഗുരുവിനെ കുറിച്ചുള്ളത്. ഈ ഗുരു എന്ന് പറയുന്ന ആ രണ്ടക്ഷരത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ ജീവിതത്തിലെ മേന്മകളും നേട്ടങ്ങളും ഒക്കെ കിട്ടുന്ന ഗുരുത്വം എന്ന് പറയുന്ന 3 അക്ഷരം ഉണ്ടാകുന്നത് തന്നെ. ഗുരുത്വമുള്ളവർക്കേ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉയർച്ചയിലേക്ക് എത്തിക്കാൻ കഴിയൂ. അപ്പോ ഇതാണ് ഗുരുവിന്റെ പ്രാധാന്യം. ഗുരുവിന് അത്ര അധികം പ്രാധാന്യമുണ്ട്. നമ്മളിവിടെ പറഞ്ഞത് എന്താണ്, ശിക്ഷ 6 ഗോസ്വാമിമാരെയും തന്റെ ആത്മീയ ശിക്ഷാ ഗുരുക്കന്മാരെ സ്വീകരിക്കുന്നത് വഴി അവരെ അനുസരിക്കാത്ത ഒരുവന് ഒരു ഗൗഡീയ വൈഷ്ണവനാകാൻ കഴിയുകയില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 6 ഗോസ്വാമിമാരെയും തന്റെ ആത്മീയ ശിക്ഷാ ഗുരുക്കന്മാരായി സ്വീകരിക്കുന്നത് വഴി അവരെ അനുസരിക്കാത്ത ഒരുവന് ഒരു ഗൗഡീയ വൈഷ്ണവനാകാൻ കഴിയുകയില്ലെന്ന് ഗ്രന്ഥകർത്താവ് പ്രത്യേകം വ്യക്തമാക്കുന്നു. ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്, ഈ പറയുന്ന 6 ഗോസ്വാമിമാര് അവരെന്താണ് ശിക്ഷാ ഗുരുക്കന്മാരുടെ സ്ഥാനത്താണ്. കാരണം അവരിലൂടെയാണ് നമുക്ക് ഈ പുരാണങ്ങൾ എന്താ പറയാ, നമ്മുടെ ഉപദേശാമൃതം, ഭക്തിരസാമൃത സിന്ധു, ഇങ്ങനെ തുടങ്ങി ധാരാളം ഗ്രന്ഥങ്ങൾ, ഭക്തിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഗ്രന്ഥങ്ങളെല്ലാം കിട്ടിയത്. വൃന്ദാവനത്തിന് വീണ്ടും നമുക്ക് ലോകത്തിന് നേടിത്തന്നത് ഇതെല്ലാം
ഈ 6 പേരുടെയും കാരുണ്യം കൊണ്ടാണ്. അപ്പൊ അവരെല്ലാം നമ്മുടെ ശിഷ്യാഗുരുക്കന്മാരായിട്ട് നമ്മൾ കാണണം. അവരെ അനുസരിക്കാത്ത ഒരുവന് ഗൗഡീയ വൈഷ്ണവനാകാൻ കഴിയില്ല എന്ന് ഗ്രന്ഥകർത്താവായ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പ്രത്യേകം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പം ഇവരെല്ലാം നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരാണ്. അവരെ ആ രീതിയിൽ നമ്മൾ ആരാധിക്കണം, അവരെ ആ രീതിയിൽ വണങ്ങണം എന്നിവിടെ പറയുന്നു. പിന്നെന്താ പറയുന്നത്? അടുത്ത ശ്ലോകം 38. ഭഗവാനേര ഭക്ത യഥ ശ്രീനിവാസ പ്രധാന താൻ സഭാര പാദപത്മേ സഹസ്ര പ്രണാമ. അസംഖ്യം ഭഗവത് ഭക്തന്മാരുണ്ട്. ശ്രീവാസ് ഠാക്കൂറാണ് അവരിൽ അഗ്രഗണ്യൻ. അവരുടെ എല്ലാം പാദപത്മങ്ങളിൽ എന്റെ സഹസ്ര പ്രണാമങ്ങൾ. അസംഖ്യം ഭഗവത് ഭക്തന്മാരുണ്ട്. ഭക്തന്മാരായിട്ട് ധാരാളം പേരുണ്ട്. ശ്രീവാസ് ഠാക്കൂറാണ് അവരിൽ അഗ്രഗണ്യൻ. ഈ ശ്രീവാസ് ഠാക്കൂർ എന്ന് പറഞ്ഞാൽ പഞ്ചതത്വത്തില് 5 പേരായിട്ടുള്ളതിൽ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസ് ആദി ഗൗരഭക്തവൃന്ദ. അതില് ശ്രീവാസ് ഠാക്കൂർ എന്ന് പറയുന്നത് നാരദന്റെ അവതാരമാണ്. അദ്ദേഹം നാരദ മുനിയുടെ അവതാരമായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വച്ചാണ് ചൈതന്യ മഹാപ്രഭു ഈ സങ്കീർത്തന പ്രസ്ഥാനം എന്നും വൈകുന്നേരങ്ങളിൽ തുടങ്ങി രാത്രി 10-12 മണി വരെ സങ്കീർത്തനം നടത്തിക്കൊണ്ടിരുന്നത് ഈ ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിലാണ്. അപ്പോ ശ്രീവാസ് ഠാക്കൂർ ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതുപോലെ സങ്കീർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പുത്രൻ മരിക്കുന്നു. അദ്ദേഹം വേദന കടിച്ചമർത്തി ഇരിക്കുന്നു. 1-2 പേർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അകത്ത് ഹാളില് ചൈതന്യ മഹാപ്രഭു ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. അവിടെ നന്നായിട്ട് കീർത്തനം അങ്ങനെ അലയടിക്കുന്നു. കൂടെ എല്ലാവരും പാടുന്നു, മൃദംഗവും കർത്താലും എല്ലാം വെച്ച് എല്ലാവരും കൂട്ടത്തില് ഇങ്ങനെ കൂടി ഇത് സങ്കീർത്തനം നടത്തുന്നു. പക്ഷെ ഇവിടെയോ അകത്ത് പുത്രൻ മരിച്ചു കിടക്കുന്നു. ശ്രീവാസ് ഠാക്കൂറിന്റെ മുഖമെല്ലാം ഇങ്ങനെ കരയാനും വയ്യ, കീർത്തനം നടത്താനും വയ്യാത്ത അവസ്ഥ. അപ്പൊ 1-2 പേര് ചോദിച്ചു, എന്ത് പറ്റി, അല്ലാതെ മുഖം വല്ലാതിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം മാറ്റി നിർത്തി പറഞ്ഞു, എന്റെ പുത്രൻ മരിച്ചുപോയി. അപ്പോ ചൈതന്യമഹാപ്രഭുവിന്റെ അടുത്ത് പറയാം, നമുക്ക് കീർത്തനം നിർത്താം എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, ഒരിക്കലും പറയരുത്, അദ്ദേഹം ഇപ്പൊ നിർത്തിക്കളയും. അദ്ദേഹം നല്ല രസത്തിൽ നിൽക്കുകയാണ്, ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. അദ്ദേഹത്തിന്റെ ഇതിന് രസം പോകാണ്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്ന് പറയും. അങ്ങനെ സങ്കീർത്തനം എല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും സങ്കീർത്തനത്തിന്റെ ആ അവസാന ഘട്ടത്തിൽ തന്നെ ചൈതന്യ മഹാപ്രഭു നോക്കിയപ്പോൾ കൂടെ ഉള്ളവരുടെ മുഖത്തെല്ലാം ഈ പറയുന്ന തലേ ദിവസം വരെ ഉണ്ടായിരുന്ന ആനന്ദം കാണുന്നില്ല. മറിച്ച് അവർക്കെല്ലാം മുഖത്ത് ഇങ്ങനെ വിഷമം പുറത്തേക്ക്. അത് കാരണം അവരുടെ രാഗത്തിനും അവരുടെ പാട്ടിനും അവരുടെ ഡാൻസിനൊക്കെ ഒരു കൃത്രിമത്വം തോന്നി തുടങ്ങി. അപ്പൊ ചൈതന്യ മഹാപ്രഭു പെട്ടെന്ന് നിർത്തിയിട്ട് പറയും, എന്ത് പറ്റി, നിങ്ങൾക്ക് എന്തോ പറ്റി, എന്താണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, പറയൂ എന്ന് പറയും. അപ്പോ പറയും, ഇങ്ങനെയാണ് ശ്രീവാസ് ഠാക്കൂറിന്റെ മകൻ മരിച്ചുപോയി എന്ന് പറയും. എന്നിട്ട് എന്താ ഇത് ഇത്രയും നേരമായിട്ട് നിങ്ങൾ പറയാത്തത്? അങ്ങയുടെ ആനന്ദം മുറിക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് പറയാത്തതാണ്. ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറയാതിരുന്നത് എന്ന് പറയും. അങ്ങനെ ശ്രീവാസ് ഠാക്കൂറിനെ കെട്ടിപ്പിടിച്ചിട്ട്, എന്താ നീ ഇത് പറയാത്തത് എന്നോട് എന്ന് പറഞ്ഞ് നേരെ പുത്രന്റെ അടുത്തേക്ക് പോകും. മരിച്ചു കിടക്കുന്ന പുത്രന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, നീ ഇപ്പൊ എവിടെ നിൽക്കുന്നു, എങ്ങനെയുണ്ട് നിനക്ക്, നിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കും. അപ്പൊ മറ്റുള്ളവരെല്ലാം ഇങ്ങനെ, ഇതെന്ത് പറ്റി, മരിച്ചു കിടക്കുന്നവരെ കുട്ടിയോടത്ത് ഇങ്ങനെ ചോദിക്കുന്നല്ലോ ഇദ്ദേഹം, എന്താണിതെന്ന് ചിലരൊക്കെ ചിന്തിച്ചു. പക്ഷെ പലർക്കും അറിയാം ഭഗവാനാണ്, ഭഗവാൻ ചോദിക്കുന്നതിന് ഉത്തരം ഉടനെ കിട്ടും എന്ന് അവർക്ക് 90% പേർക്കും അറിയാമായിരുന്നു. അപ്പോൾ ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. ഈ കുട്ടി പറഞ്ഞു, ഞാൻ വളരെ സന്തോഷകരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. എനിക്ക് ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആനന്ദത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഇവിടെ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്, എനിക്ക് ഒരു ദുഃഖവുമില്ല. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറയും, നിന്റെ മാതാപിതാക്കൾക്ക് വളരെ സങ്കടമുണ്ട്, നീ ഇവിടെ നിന്ന് പോയതിൽ നിനക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടോ, അവരുടെ മകനായിട്ട് വീണ്ടും തുടരാൻ നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അപ്പൊ ഈ കുട്ടി വീണ്ടും പറയും, ഇല്ല, എനിക്ക് എത്രയോ ജന്മങ്ങളിൽ എത്രയോ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, ഇത് ഈ ജന്മത്തിലുള്ള അച്ഛനും അമ്മയല്ലേ, ഞാൻ ഇവർക്ക് സന്തോഷം നൽകാൻ ഇത്രയും കാലം ജീവിച്ചില്ലേ, ഇനി എനിക്ക് എന്റെ യഥാർത്ഥ അച്ഛന്റെ അടുത്തേക്ക് പോകണം, ഞാൻ
യാത്രയിലാണ്. എനിക്കിപ്പോ ഈ യാത്രയുടെ തുടക്കത്തിലേ എനിക്ക് വല്ലാത്ത സന്തോഷം കിട്ടി തുടങ്ങി. ഇനി പോകുന്ന പോക്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് എനിക്ക് ഇനി ഞാൻ തിരിച്ച് അങ്ങോട്ട് വരുന്നില്ല. എന്നോട് ഒന്നും തോന്നരുത്. എനിക്ക് എന്റെ യഥാർത്ഥ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ പോകാൻ ശ്രമിക്കുകയാണ് എന്ന്. ഇതെല്ലാം ആര് കേൾക്കുന്നുണ്ട്? ഈ കൂട്ടം കൂടി നിൽക്കുന്ന എല്ലാരും കേൾക്കുന്നുണ്ട്. ഈ മരിച്ചു കിടക്കുന്ന കുട്ടി വ്യക്തമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോ അവർക്കെല്ലാം മനസ്സിലായി ഈ കുട്ടി യഥാർത്ഥത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോ ശ്രീവാസ് താക്കൂറിനും പത്നിക്കും ഉള്ള വിഷമം മാറി. വൈഷ്ണവരാണ്, അവർക്കറിയാം യഥാർത്ഥ ജീവിത ലക്ഷ്യം എന്തെന്നുള്ളത്. ഭഗവാന്റെ അടുത്തേക്ക് ഒരു ജീവാത്മാവ് പോകുന്നതാണ് ഒരു വൈഷ്ണവ സമയത്തിന്റെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അവരും പറഞ്ഞു, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, അവന്റെ സന്തോഷം അതാണെങ്കിൽ അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഉള്ള മഹാഭക്തനാണ് ശ്രീവാസ് താക്കൂർ. ആ ശ്രീവാസ് താക്കൂറിനെ പറ്റി ഇവിടെ പറയുന്നു. അസംഖ്യം ഭഗവത് ഭക്തന്മാരുണ്ട്. ശ്രീവാസ് താക്കൂറാണ് അവരിൽ അഗ്രഗണ്യൻ. അവരുടെ എല്ലാം പാദപത്മങ്ങളിൽ എന്റെ സഹസ്ര പ്രണാമങ്ങൾ. അങ്ങനെ ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ശ്രീവാസ് താക്കൂർ അടക്കമുള്ള അസംഖ്യം ഭക്തന്മാരുടെ പാദപത്മങ്ങളിൽ എന്റെ സഹസ്ര പ്രണാമങ്ങൾ അർപ്പിക്കുന്നുവെന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു. അടുത്ത പറയുന്നത് എന്താണ്? ശ്ലോകം 39 അദ്വൈതാചാര്യ പ്രഭുര അംശ അവതാര തന്റെ പാദപത്നിയെ കോടി പ്രണതി ആമാര. അദ്വൈതാചാര്യൻ ഭഗവാന്റെ അംശാവതാരമാകുന്നു. അതിനാൽ അവിടുത്തെ പാദപത്മങ്ങളിൽ എന്റെ അനന്തകോടി നമസ്കാരങ്ങൾ. അദ്വൈതാചാര്യൻ നമ്മൾ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത വയസ്സായ രൂപമാണ് അദ്വൈതാചാര്യർ. അദ്വൈതാചാര്യർ കാരണമാണ് ചൈതന്യ മഹാപ്രഭു ഈ ഭൂമിയിലേക്ക് വന്നത്. കാരണം അദ്ദേഹം നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, ശാക്തേയ മതം ഇവിടെ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൃഗബലി ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ജനങ്ങള് യഥാർത്ഥ വൈഷ്ണവ ധർമ്മത്തിൽ നിന്നും ഈ പറയുന്ന ക്രൂരമായ ഒരു ജീവിതചര്യയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പരമഭക്തനായിട്ടുള്ള അദ്വൈതാചാര്യർക്ക് സഹിച്ചില്ല. അദ്ദേഹം ദുഃഖിയാണ്. മറ്റുള്ള ജീവാത്മാക്കൾക്ക് ഉള്ള ദുഃഖം കാണുമ്പോൾ സ്വയം ദുഃഖം വന്നു പോകുന്ന ആളാണ് ഒരു വൈഷ്ണവൻ. അങ്ങനെയുള്ള വൈഷ്ണവനായിട്ടുള്ള അദ്വൈതാചാര്യ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഭഗവാന്റെ സാളഗ്രാമത്തിലെ ഗംഗാതീർത്ഥം തുളസീദളവും കൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ഭഗവാനെ എത്രയും വേഗം അങ്ങ് ഈ ലോകത്ത് വന്ന് ഈ ഭൂമിയിൽ വന്ന് ഈ എല്ലാവർക്കും കൃഷ്ണാബോധം കൊടുത്ത് എല്ലാവരെയും ഈ ക്രൂരകർമ്മങ്ങളിൽ നിന്നും മാറ്റി അവരെ പരിശുദ്ധമായ കൃഷ്ണപ്രേമം കൊടുത്ത് അവരെ ഭഗവാന്റെ അരികിലേക്ക് നയിക്കണമേ എന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച ആള് കൂടിയാണ് അദ്വൈതാചാര്യര്. അങ്ങനെയുള്ള അദ്വൈതാചാര്യരെ പാദപത്മങ്ങളിൽ എന്റെ അനന്തകോടി നമസ്കാരങ്ങൾ എന്ന് ആര് പറയുന്നു? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു. അദ്വൈതാചാര്യര് മഹാവിഷ്ണുവിന്റെയും മഹാദേവന്റെയും കൂടെ ചേർന്നുള്ള ഒരു അവതാരം കൂടിയാണ്. ചൈതന്യ മഹാപ്രഭുവുമായി ബന്ധപ്പെടുന്നത് വരെ അദ്ദേഹം മഹാദേവന്റെ ആ ഭാവത്തിലാണ് ഭഗവാനോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നത്. ചൈതന്യ മഹാപ്രഭുവായിട്ടുള്ള സംഘത്തിലേക്ക് വന്നത് മുതൽ അദ്ദേഹം മഹാവിഷ്ണുവിന്റെ ആ ഭാവത്തിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം രണ്ടുമാണ്. അങ്ങനെ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ഭാവത്തില് അദ്ദേഹം അവതരിച്ച ആളാണ് അദ്വൈതാചാര്യൻ. അടുത്ത പറയുന്നത് ശ്ലോകം 40 നിത്യാനന്ദരായ പ്രഭുരസ്വരൂപ പ്രകാശ താൻര പാദപത്മ ബന്ധോ യാൻര മുയിദാസ. കീർത്തനം ശ്രീല നിത്യാനന്ദരാമൻ ഭഗവാന്റെ പൂർണ്ണാവിഷ്കാരമാണ്. അവിടുന്നാണ് എനിക്ക് ദീക്ഷ നൽകിയത്. അതിനാൽ അവിടുത്തെ പാദപത്മങ്ങളെ ഞാൻ ശിരസ വഹിക്കുന്നു. ഇനി പറയുന്നത് ആരാണ്? ശ്രീ നിത്യാനന്ദ പ്രഭു, ശ്രീല നിത്യാനന്ദ പ്രഭു. നിത്യാനന്ദ പ്രഭു ആരാണ്? ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണമായ ബലരാം തന്നെയാണ്. കഴിഞ്ഞ ഈ കൃഷ്ണന്റെ കൂടെ ബലരാമനായിട്ട് വന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ നിത്യാനന്ദ പ്രഭുവായിട്ടാണ് വന്നത്. അദ്ദേഹം ഒരു അവധൂത സ്റ്റേജിലായിരുന്നു ആദ്യ തുടക്കത്തിൽ. അദ്ദേഹം പരിശുദ്ധ ഭക്തനാണ്, പരമഭക്തനാണ്. അങ്ങനെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ആ സംഘത്തിലേക്ക് വരികയും ഈ മഹാമന്ത്രം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നമ്മൾ ഈ കീർത്തനം ഇവിടെ പാടി ഇവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രം കൊടുത്താൽ പോരാ, ഇതിനെ
ലോകം മുഴുവൻ വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് നിത്യാനന്ദ പ്രഭുവിനെയും ഹരിദാസ് ഠാക്കൂറിനെയും ആദ്യമായിട്ട് പ്രീച്ചിങ്ങിനായിട്ട് പുറത്തേക്ക് അയക്കുന്നത്. അങ്ങനെ ആദ്യത്തെ പ്രീച്ചറാണ് ഈ നിത്യാനന്ദ പ്രഭുവും ഹരിദാസ് ഠാക്കൂറും. ഇവര് രണ്ടുപേരും കൂടെയാണ് ഈ പ്രീച്ചിങ്ങിന് ഓരോരോ വീടുകളിലോട്ട് പോകും. അവിടെ ചെന്നിട്ട് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കും. അങ്ങനെ കതവ് തുറക്കുമ്പോൾ ആരെയും കാണൂല. അവര് കതവ് വിട്ട് അടച്ച് അകത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും നോക്കുമ്പോൾ തറയിൽ രണ്ടുപേര് കിടക്കുന്നു. അപ്പോ എന്താ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ സംഘത്തിൽ നിന്നും വരുന്നവരാണ്, പ്രസ്ഥാനത്തിൽ നിന്നും വരുന്നവരാണ്. നിങ്ങൾ ഭഗവാന്റെ നാമം ജപിക്കണം, അത് മാത്രം ചെയ്താൽ മതി, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ ഇവര് ഇതിനിടയ്ക്ക് അവര് അരി അല്ലെങ്കിൽ മലക്കറി, പച്ചക്കറി ഇതൊക്കെ കൊടുക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നും തരണ്ട, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ എന്ന മഹാമന്ത്രം നിങ്ങൾ ദയവായിട്ട് ജപിച്ചാൽ മാത്രം മതി, ഞങ്ങൾ സന്തുഷ്ടരാകും, വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ വീടുകളിൽ തോറും കയറി ഇറങ്ങി ആദ്യമായിട്ട് പ്രീച്ചിങ്ങിന് ഇറങ്ങിയവരാണ് നിത്യാനന്ദ പ്രഭുവും ഹരിദാസ് ഠാക്കൂറും. ഹരിദാസ് ഠാക്കൂർ എന്താ വയസ്സായ ആ സമയമായി. ആ സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കൽ ജഗായ് മതായുടെ സംഭവം എല്ലാം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ആ കഥ അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ സമയവും ഏകദേശം 5:55 ഞാൻ അതിൽ ആ കഥ ഞാൻ വേറെ ദിവസം പറയാം. നിങ്ങൾക്ക് അറിയാം, മിക്കവാറും അറിയാം ആയിരിക്കും. അപ്പോ അങ്ങനെ നിത്യാനന്ദ പ്രഭുവിനെയും ഇവിടെ അദ്ദേഹം അവിടുത്തെ പാദപത്മങ്ങളെ ഞാൻ ശിരസ വന്ദിക്കുന്നു എന്ന് പറഞ്ഞ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമസ്കരിക്കുന്നു. പിന്നെ എന്താണ് അടുത്തത്? ഗദാധര പണ്ഡിതാതി പ്രഭുര നിജശക്തി താൻ സഭാരചരണി മോര സഹസ്ര പ്രണതി. ഭഗവാന്റെ അന്തരംഗ ശക്തികൾക്ക് എന്റെ സഹസ്ര പ്രണാമങ്ങൾ. ഗദാധര പണ്ഡിതനാണ് അവരിൽ അഗ്രഗണ്യൻ. ഗദാധര പണ്ഡിതൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം നിൽക്കുന്ന ആളാണ് അദ്ദേഹം. നമുക്കറിയാം രാധാറാണിയുടെ അവതാരമാണ് ഗദാധര പണ്ഡിതൻ. അദ്ദേഹം അന്തരംഗ ശക്തിയാണ്. ഭഗവാന്റെ ബഹിരംഗ ശക്തിയുണ്ട്, അന്തരംഗ ശക്തിയുണ്ട്. അതിൽ അന്തരംഗ ശക്തിയിൽപ്പെട്ടതാണ് ഈ പറയുന്ന ഗദാധര പണ്ഡിറ്റ്. കൂടാതെ ദാമോദരൻ, ജഗന്നാഥൻ, ജഗദാനന്ദൻ ഇങ്ങനെ മുതലായവരും ഈ അന്തരംഗ ശക്തിയിൽപ്പെട്ടവരാണ്. അവർക്കും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നു. അടുത്തത് എന്താ പറയുന്നത്? ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു സ്വയം ഭഗവാൻ താൻഹാര പാതാരബിന്ദേ അനന്ത പ്രണാമ. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാൻ തന്നെയാകുന്നു. അതിനാൽ അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ എന്റെ അനന്ത നമസ്കാരങ്ങൾ. അവസാനം ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാൻ തന്നെയാകുന്നു. നമ്മളിവിടെ ആദ്യത്തെ അധ്യായങ്ങളിൽ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് 18 പുരാണങ്ങളിലും പറഞ്ഞിട്ടുള്ള സംസ്കൃത ശ്ലോകങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അന്നത്തെ കാലം മഹാഭാരതം, ശ്രീമദ് ഭാഗവതം, നരസിംഹപുരാണം, ശിവപുരാണം, പൂർവപുരാണം, ഗരുഡപുരാണം, ദേവീപുരാണം, സ്കന്ദപുരാണം, നരസിംഹപുരാണം, വായുപുരാണം, ദേവീപുരാണം, ഭവിഷ്യപുരാണം, പത്മപുരാണം, പിന്നെ എന്താണ് ബ്രഹ്മരഹസ്യം, തത്രൈവ, ചാന്തോക്യോപനിഷത്ത്, ജീവഗോസ്വാമിയുടെ കൃതികളിലെ ബ്രഹ്മപുരാണത്തിലെ ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അദ്ദേഹം സ്വയം ഭഗവാനാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ചുമ്മായല്ല, ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന പുരാണങ്ങളെല്ലാം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ട്. ഇതില് അത്രമാത്രം വ്യക്തമായിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഭഗവാനാണെന്ന് ഈ ശാസ്ത്രങ്ങൾ, വ്യാസദേവന്റെ ഈ ശാസ്ത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാം മഹാഭാഗ്യവാന്മാരാണ്. ചൈതന്യ മഹാപ്രഭുവിനെ നമുക്ക് മനസ്സിലാക്കാനും മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തിൽ നമുക്ക് വരാനും നമുക്ക് കഴിഞ്ഞതിൽ നമ്മൾ വളരെ വലിയ ഭാഗ്യം ചെയ്തവരാണ്. എന്തായാലും ഇന്ന് മണി സമയമായി, ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ ഒന്നുമില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. എല്ലാം ഗുരുവിന്റെയും പ്രഭുപാദിന്റെയും ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെയും പഞ്ചതത്വത്തിന്റെയും എല്ലാവരുടെയും കാരുണ്യമാണ് എന്തെങ്കിലും പറയാൻ പറ്റിയത്. ശരിക്കും ഞാൻ ഈ ചൈതന്യ ചരിതാമൃതം നിങ്ങളുടെ പോലെ തുടക്കക്കാരനാണ്. എനിക്ക് അത് മാത്രമുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ പാണ്ഡിത്യമോ ഒന്നും ഇല്ല. എന്തെങ്കിലും എല്ലാം ശരിക്കും ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്, ഗുരുവിന്റെ കടാക്ഷമാണ്, പ്രഭുപാദിന്റെ കാരുണ്യം. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. മണി 6 ആർക്കും സംശയമില്ലെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു, താങ്ക് യു പ്രഭു. താങ്ക് യു പ്രഭുജി, വളരെ സന്തോഷം. നന്ദി പ്രഭുജി, വളരെ വളരെ നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാം. താങ്ക് യു.